ഭാരവാഹി പട്ടിക പുറത്തു വന്നതോടെ ബി.ജെ.പിയിൽ മുരളീധരൻ്റെയും സുരേന്ദ്രൻ്റെയും യുഗം അവസാനിച്ചു. കേരളത്തിലെ ബി.ജെ.പിയിൽ ജനാധിപത്യമല്ലെന്നും പണാധിപത്യമാണെന്നുമുള്ള പ്രവർത്തകരുടെ പരാതി പോലെ തന്നെ ഭാരവാഹികളും നിലവിൽ വന്നിരിക്കുന്നു. വെള്ളം കോരിയവരും വിറക് വെട്ടിയവരും ഇനി മൂലക്ക് നിൽക്കും. അധ്യക്ഷന് താരാട്ടുപാടുന്ന കുറച്ചുപേർ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകും. അതാണ് പുതിയ ഭാരവാഹി പട്ടിക. രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന സംസ്ഥാന ബി.ജെ.പിക്ക് അങ്ങനെ ഇനി പുതിയ മുഖമാണ്. ബി.ജെ.പിയുടെ സംസ്ഥാന ഭാരവാഹികളായി ഇവരാണ് എത്താൻ പോകുന്നത്. സുരേന്ദ്രൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന എം.ടി. രമേശ്, ശോഭാ സുരേന്ദ്രൻ, അതുപോലെ എസ്. സുരേഷ് എന്നിവർ ജനറൽ സെക്രട്ടറിമാരാകും. ശോഭയും രമേശനും പതിറ്റാണ്ടുകളായി ഇതേ പദവിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസ്ഥാനത്ത് പോകുന്നതിൽ വിഷമമുണ്ടെങ്കിലും ഇതെങ്കിലും കിട്ടിയല്ലോ എന്നുള്ളതാണ് ആശ്വാസം. കാരണം ജനറൽ സെക്രട്ടറിമാരിൽ വി മുരളീധരൻ പക്ഷത്ത് നിന്നും ഒരാൾ പോലുമില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. അതോർക്കുമ്പോൾ ഇത് കിട്ടിയതിലെങ്കിലും സന്തോഷിക്കാം. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മാസങ്ങൾക്ക് മുമ്പ് മാത്രം ബി.ജെ.പിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയ ഷോൺ ജോർജും ആർ ശ്രീലേഖ IPSഉം ബി.ജെ.പിയുടെ നേതൃനിരയിലേക്ക് എത്തുകയാണ് എന്നുള്ളതാണ്. പ്രഖ്യാപിച്ച 10 വൈസ് പ്രസിഡന്റുമാരിൽ ഒരാൾ മുൻ DGP ശ്രീലേഖയും മറ്റൊരാൾ PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജുമാണ്. കൂടാതെ ഡോക്ടർ KS രാധാകൃഷ്ണൻ, C സദാനന്ദൻ, അഡ്വക്കേറ്റ് P സുധീർ, C കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, ഡോക്ടർ അബ്ദുൾ സലാം, K സോമൻ, അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാരായി ഉള്ളത്. അഡ്വക്കേറ്റ് E കൃഷ്ണദാസാണ് ട്രഷറർ. അതായത് സംസ്ഥാന അധ്യക്ഷന്റെ ശൈലിക്കെതിരെ കോർ കമ്മിറ്റി യോഗത്തിൽ വി മുരളീധരൻ പക്ഷം വലിയ വിമർശനമാണ് ഉയർത്തിയത്. സോഷ്യൽ മീഡിയയിലും ചാനലിലും മാത്രം പോരാ, ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകണമെന്നും ജനങ്ങളാണ് ശക്തി എന്നൊക്കെ പറഞ്ഞത്. അതൊന്നും രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടാകുന്നില്ല എന്നുള്ളതാണ് അവർ അർത്ഥം വെച്ചത്. സത്യത്തിൽ ഇവർ പറയുന്നതും ശരിയാണ്. എന്തെങ്കിലും സുരേന്ദ്രനും കൃഷ്ണദാസും മുരളീധരനും ഒക്കെ ഏത് ഗ്രൂപ്പായിരുന്നാലും അവരുടെ സമയത്ത് ജനങ്ങളുമായി അല്പം ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്നതോടെ എന്തോ പന്തികേടുണ്ട് കേരളത്തിലെ ബി.ജെ.പിക്ക്. ഒന്നാമത് കേരളത്തിൻ്റെ പ്രസിഡന്റിന് മലയാളം പോലും നേരാൻ വണ്ണം അറിയുന്നില്ല. ഇതുവരെ കാണാത്ത തരത്തിൽ പ്രവർത്തന രീതി കാഴ്ചവെക്കുകയാണ്. അതോടെ ഒരു വിഭാഗം പൊട്ടിത്തെറിച്ചു. സ്ഥാനം ആഗ്രഹിക്കുന്ന കുറച്ചുപേർ മിണ്ടാതെ നിന്നു, കുറച്ചുപേർ താരാട്ടുപാട്ട് പാടി. അങ്ങനെ തനിക്കെതിരെ വലിയ എതിർപ്പ് ഉയർന്നതിന് തൊട്ടു പിന്നാലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ദില്ലിയിലേക്ക് വണ്ടി കയറി ഒരു വിഭാഗം നേതാക്കളുടെ നിലപാടിൽ തനിക്കുള്ള കടുത്ത അതൃപ്തി ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം ഇങ്ങനെ അടുത്തെത്തി നിൽക്കെ തനിക്ക് പൂർണ്ണ സഹകരണം പാർട്ടിയിൽ നിന്നും കിട്ടുന്നില്ല എന്ന പരാതി രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തു. അത് കേട്ടതോടെ നല്ല കൊടുവാൾ തന്നെ എടുത്ത് മുരളി പക്ഷത്തെ വെട്ടി നിരത്തിയാണ് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചത്. ഇനി ജീവനുണ്ടെങ്കിൽ ഈ കമ്മിറ്റി മുന്നോട്ടു പോകാൻ മുരളി സുരേന്ദ്രൻ പക്ഷം സമ്മതിക്കുമെന്ന് കരുതുന്നില്ല. സത്യത്തിൽ വിഭാഗീയതയിൽ കുളിച്ചു നിൽക്കുകയായിരുന്ന കേരളത്തിലെ ബി.ജെ.പിയെ രക്ഷിക്കാൻ കൊണ്ടുവന്ന അധ്യക്ഷൻ തന്നെ ബി.ജെ.പിയെ 2 കഷണമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറയുന്നതാണ് നല്ലത്.